വയനാട് മുണ്ടക്കയിലുണ്ടായ ദാരുണ സംഭവത്തിൻ്റെ നടുക്കം വിട്ടുമാറാതെയാണ് വയനാട് മുണ്ടക്കയിലുള്ള അവിടെയുള്ള പ്രവാസികളായിട്ടുള്ള മലയാളികൾ. കഴിഞ്ഞ 2 ദിവസങ്ങളായി തങ്ങളുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഓരോ നിമിഷവും കാതോർത്തിരിക്കുകയാണ്. ജോലിക്ക് പോകാൻ മനസ്സ് സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇവിടെയുള്ള പ്രവാസികളെല്ലാം എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് അവസ്ഥ? നിലവിൽ ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് അതിനെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും ഭീകരമാണ്. പക്ഷേ അതിലപ്പുറം ഞങ്ങൾക്ക് വന്ന നഷ്ടങ്ങളെ ഓർത്തിട്ട് ഞങ്ങളെ കുടുംബക്കാരോ ബന്ധുക്കാരോ ആയിട്ട് മരണപ്പെട്ടവരുടെ അവരെക്കുറിച്ചൊരു വിവരമില്ലാത്ത ആളുകൾ എന്ന് വെച്ചാൽ ബോഡി പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞങ്ങളുടെ അനുജന്മാരും ജ്യേഷ്ഠന്മാരും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാർ സുഹൃത്തുക്കളൊക്കെ മേപ്പാടി ഓരോ ഹോസ്പിറ്റലിലും ബോഡികൾ കൊണ്ടുവരുമ്പോൾ എൻ്റേതാണോ, ഇത് എൻ്റെ ജ്യേഷ്ഠനാണോ, എൻ്റെ ഉപ്പയാണോ, എൻ്റെ അമ്മയാണോ എന്നറിയാൻ വേണ്ടി വരിവരിയായി കാത്തു നിൽക്കുന്ന ഒരു ദാരുണമായ അവസ്ഥ. ഒരു മനുഷ്യൻ്റെ അത് ആയുസ്സിൽ ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഉള്ളത്. ഏറ്റവും വളരെ ഖേദകരം, ഞങ്ങളുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോലും മെസ്സേജ് അയച്ചിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ എന്ന് പറഞ്ഞ ആളുകൾ പോലും ഇന്നലെ രാവിലെ നോക്കുമ്പോൾ ആളെ കാണുന്നില്ല, മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഫോളോ ചെയ്യാണ് കൺട്രോൾ സെൻറ്ററിൽ. ഇന്ന ആളെ കുറിച്ചിട്ട് വിവരമില്ല, ഏതെങ്കിലും ക്യാമ്പിലുണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്തി എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇനിയും ഞങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ടില്ല. നിങ്ങൾ എത്ര വർഷമായി ആ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്? ഞങ്ങൾ ഏകദേശം ഒരു 20-25 വർഷത്തിലായിട്ട് ഞങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ വളർന്ന സ്ഥലമാണ്. അവിടെ ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയായിരുന്നു. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റികളിലും അതുപോലെ ക്ലബ്ബ് അല്ലെങ്കിൽ മറ്റുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തന്നെയായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടുകാരും ഞങ്ങളുടെ സ്വന്തക്കാരായിരുന്നു. അവിടെ ജാതിയോ മതമോ ഒന്നുമല്ല ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ശ്രീനിയേട്ടൻ്റെ ബോഡി കണ്ടിട്ട് ഞങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെഴുതിയൊരു മോതിരം കണ്ട്, ലത എന്നുള്ളൊരു മോതിരം കണ്ടതുകൊണ്ട് മാത്രം അതാണ് ഞങ്ങൾ ശ്രീനിയേട്ടൻ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഞങ്ങൾ ശിവേട്ടൻ്റെ ഭാര്യ, അവരെ താലി കണ്ടിട്ടാണ് അവർക്ക് ആ ബോഡിയിൽ തലയില്ല ആ ബോഡിയിൽ. ആ താലി കണ്ടിട്ടാണ് അത് ശിവൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് അത് ആ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എപ്പോഴാണ് ഈ ഒരു ദുരന്തം അറിഞ്ഞത്? ദുരന്തം അറിഞ്ഞത് രാത്രി 2 മണിയായപ്പോൾ ആദ്യത്തെ പൊട്ടലുണ്ടാവുകയും പിന്നെ ഞാൻ വഴിയാണ് അറിഞ്ഞത്. എൻ്റെ സഹോദരിയുടെ മകനാണ് ഇവൻ എന്നെ വിളിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞ വർക്കിൽപ്പെട്ടിരുന്നു. ഇവൻ വീട്ടിലേക്ക് വിളിച്ച് കുട്ടികളോടൊക്കെ സുരക്ഷിതമായ രീതിയിൽ അവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തതിൻ്റെ പേരിൽ അവർ പോയി. എങ്ങനെയായാലും ആ ഭാഗത്തേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവർ തന്നെ അതിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ചെറിയൊരു ആശ്വാസം, നമ്മളെ വീട്ടുകാർ രക്ഷപ്പെട്ടെങ്കിലും പക്ഷേ അതിലും വലിയൊരു ആഘാതമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ശരീരം ഇവിടെയാണെങ്കിലും മനസ്സ് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരോട് കൂടെ ഇടുക്കി ചേർന്നുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളെ നാടിനും നാട്ടുകാർക്കും ഞങ്ങൾ ചെയ്തു കൊടുക്കും. പുത്തുമലയിൽ ഇതേപോലെ ഒരു ദുരന്തമുണ്ടായപ്പോൾ അതിൽപ്പെട്ട ഒരാൾ കൂടിയാണ് നമ്മോടൊപ്പമുള്ള ഇദ്ദേഹം. രണ്ടാമതും ഇത്തരത്തിലൊരു ദുരന്തം എങ്ങനെയാണ്? ഇത്തരത്തിലൊരു ദുരന്തം ആർക്കും ഉണ്ടാവരുതെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, അതിൽ പെട്ടതുകൊണ്ട് നമുക്കതിൻ്റെ ഭീകരത നമുക്കറിയാം. എത്ര നമ്മുടെ കൂടപ്പിറപ്പുകളും നമ്മളെ കൂട്ടുകാരുമായ ഒരുപാട് ആളുകളാണ് ഇതിൽ പെട്ടിട്ടുള്ളത്. എല്ലാവരും അറിയുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു അവസ്ഥ വന്ന് മിസ്സിംഗ് ലിസ്റ്റിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ ജീവനോടെ ഉണ്ടാവും എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അറിയാണ്. പിന്നെ പലരുടെയും ബോഡി കിട്ടുന്ന ടൈമിൽ അവർ പുതച്ച ബ്ലാങ്കറ്റ് അടക്കം ആ ബോഡിയിലുണ്ട്. കിടന്ന ആ ഒരു അവസ്ഥയിലാണ് ബോഡി കിട്ടുന്നത്. വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയേണ്ടതെന്ന് വാക്കുകൾ കിട്ടുന്നില്ല. തീർച്ചയായും വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കേരളം മുഴുവൻ കടന്നു പോകുന്നത്. ഇവർക്കൊപ്പം കേരള മനസ്സുണ്ട്, നമ്മളെല്ലാവരും ഒപ്പമുണ്ട്. പ്രവാസി സംഘടനകളെല്ലാം തന്നെ സാധാരണ ജീവിതത്തിലേക്ക് ആ നാടിനെ പഴയ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൈമെയ് മറന്ന് ശ്രമിക്കുമെന്നും ഉറപ്പാണ്. ദുബായിൽ നിന്നും ശരച്ചിറങ്ങുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24.